നമസ്കാരം സുഹൃത്തുക്കളെ. ഇപ്പോൾ നമ്മളുടെ കേരളത്തിൽ തുടർച്ചയായി പെയ്യുന്ന കനത്ത മഴ കാരണം പലയിടത്തും വലിയ ദുരിതമാണ്. നാടും വീടും കൃഷിയും ഒക്കെ വെള്ളത്തിനടിയിലായി. ജീവിതകാലം മുഴുവൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീടുകളും സാധനങ്ങളും വാഹനങ്ങളും ഒക്കെ കൺമുന്നിൽ നശിച്ചു പോകുന്നത് കാണേണ്ടി വരുന്ന ഒരുപാട് പേരുണ്ട് നമ്മളുടെ ഈ നാട്ടിൽ. പക്ഷേ ഇങ്ങനെയൊരു അടിയന്തര സാഹചര്യം ഉണ്ടാവുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അപകടത്തിൽപ്പെട്ടാൽ എവിടെയാണ് ആദ്യം ബന്ധപ്പെടേണ്ടത്? സർക്കാരിൽ നിന്നും ഇൻഷുറൻസ് കമ്പനികളിൽ നിന്നും നമുക്ക് കിട്ടേണ്ട അർഹതപ്പെട്ട സാമ്പത്തിക സഹായങ്ങൾ എങ്ങനെ തടസ്സമില്ലാതെ നേടിയെടുക്കാം? ഈ കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായി പലർക്കും അറിവില്ലാത്തതുകൊണ്ട് മാത്രം ഒരുപാട് സാധാരണക്കാരുടെ അവകാശങ്ങൾ നഷ്ടപ്പെട്ടു പോകാറുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ ജീവനും സ്വത്തും സംരക്ഷിക്കാനും നിങ്ങൾക്ക് കിട്ടേണ്ട മുഴുവൻ സഹായങ്ങളും ഉറപ്പാക്കാനും സഹായിക്കുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആളുകൾ അപകടങ്ങളിൽപ്പെട്ടാൽ ആദ്യം വിളിക്കേണ്ടത് ആരെയാണ്? അപകടങ്ങൾ ഉണ്ടാവുമ്പോൾ നമ്മൾ പരിഭ്രാന്തരാകാതെ ആദ്യം ചെയ്യേണ്ടത് രക്ഷാപ്രവർത്തകരെ വിവരമറിയിക്കുക എന്നതാണ്. വെള്ളപ്പൊക്കത്തിലോ കരയിലോ ആളുകൾ കുടുങ്ങിയാൽ നിങ്ങൾ നേരിട്ട് പട്ടാളത്തെയോ എയർഫോഴ്സിനെയോ വിളിച്ചാൽ അവർ വരില്ല. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് 1077 എന്ന ജില്ലാ കളക്ടറേറ്റ് കൺട്രോൾ റൂം നമ്പറിലേക്കോ അല്ലെങ്കിൽ 112 എന്ന അടിയന്തര നമ്പറിലേക്കോ വിളിക്കുക എന്നതാണ്. ഹെലികോപ്റ്ററും നേവിയുടെയും അടിയന്തരമായി വിട്ടു നൽകാൻ നിർദ്ദേശം നൽകാനുള്ള പൂർണ്ണ അധികാരം ജില്ലാ കളക്ടർക്കാണ്. കളക്ടറുടെ സന്ദേശം കിട്ടുന്നതോടെ മിനിറ്റുകൾക്കുള്ളിൽ രക്ഷാസംഘം സ്ഥലത്തെത്തും. കടലിൽ അപകടമുണ്ടായാൽ കാണാതാവുകയോ അപകടത്തിൽപ്പെടുകയോ ചെയ്താൽ കോസ്റ്റ് ഗാർഡിന്റെ ടോൾ ഫ്രീ നമ്പറായ 1554 വിളിക്കുക. അല്ലെങ്കിൽ കോസ്റ്റൽ പോലീസിന്റെ 1093 എന്ന നമ്പറിലേക്കും നിങ്ങൾക്ക് വിവരമറിയിക്കാം. ഇനി വീടുകൾക്കുണ്ടാകുന്ന കേടുപാടുകളും രേഖകൾ നഷ്ടപ്പെട്ടാലും നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? മഴക്കാലത്ത് വീട് തകരുകയോ സാധനങ്ങൾ നഷ്ടപ്പെടുകയോ ചെയ്താൽ സർക്കാരിന്റെ സഹായം ലഭ്യമാണ്. വീട് പൂർണ്ണമായും തകരുകയോ ഭാഗികമായി കേടുപാടുകൾ സംഭവിക്കുകയോ ചെയ്താൽ സർക്കാരിന്റെ ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്ന് SDRF-ൽ നിന്ന് 4 ലക്ഷം രൂപ വരെ ധനസഹായം ലഭിക്കും. വെള്ളപ്പൊക്കത്തിൽ നിങ്ങളുടെ റേഷൻ കാർഡ്, ആധാർ കാർഡ്, ഐഡന്റിറ്റി കാർഡ്, ഡ്രൈവിംഗ് ലൈസൻസ് എന്നിവയൊക്കെ ഒലിച്ചു പോവുകയോ നശിച്ചു പോവുകയോ ഒക്കെ ചെയ്താൽ നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. രേഖകളില്ലെന്ന കാരണം പറഞ്ഞ് സർക്കാരിൽ നിന്നും നിങ്ങളുടെ ധനസഹായം തടഞ്ഞു വെക്കാൻ കഴിയില്ല. ഇനി നിങ്ങൾ ചെയ്യേണ്ട കാര്യം, അപകടം നടന്ന് 24 മുതൽ 48 മണിക്കൂറിനുള്ളിൽ വില്ലേജ് ഓഫീസറെയോ തഹസിൽദാരെയോ വിവരം അറിയിക്കുക എന്നുള്ളതാണ്. പിന്നെ നാശനഷ്ടങ്ങളുടെ ഫോട്ടോ നിങ്ങളുടെ ഫോണിൽ പകർത്തി വെക്കാനും നിങ്ങൾ ശ്രദ്ധിക്കണം. ഉദ്യോഗസ്ഥർ സ്ഥലം വന്ന് സന്ദർശിച്ച് തയ്യാറാക്കുന്ന മഹസർ സ്പോട്ട് വെരിഫിക്കേഷൻ റിപ്പോർട്ടാണ് ഇതിൽ ഏറ്റവും പ്രാധാന്യമുള്ളത്. നമ്മൾ രേഖകളെല്ലാം പിന്നീട് സർക്കാർ സൗജന്യമായി ശരിയാക്കി നൽകുകയും ചെയ്യും. ഇനി കൃഷി നാശങ്ങളൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും എന്നുള്ളതാണ്. കർഷകർക്കുണ്ടാകുന്ന നഷ്ടങ്ങൾക്ക് അർഹമായ നഷ്ടപരിഹാരം ഉറപ്പാക്കാൻ കൃഷിഭവനുമായാണ് നമ്മൾ ബന്ധപ്പെടേണ്ടത്. കൃഷി നശിച്ചിട്ടുണ്ടെങ്കിൽ ഉടൻ തന്നെ നിങ്ങളുടെ പ്രദേശത്തെ കൃഷിഭവനിലോ കൃഷി ഓഫീസറിലോ വിവരം അറിയിക്കുക എന്നുള്ളതാണ്. ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ച് മഹസർ തയ്യാറാക്കി കൃഷിനാശത്തിനുള്ള ധനസഹായം അനുവദിച്ച് നൽകുകയും ചെയ്യും. ഇനി അപകടങ്ങളിൽ മരണപ്പെടുകയോ പരിക്കേൽക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഏറ്റവും ദാരുണമായ കാര്യമാണ് ജീവഹാനി സംഭവിക്കുന്നത്. ഇതിനും സർക്കാരിൽ നിന്ന് ധനസഹായമുണ്ട്. മഴക്കെടുതിയിലോ വെള്ളപ്പൊക്കത്തിലോ ആർക്കെങ്കിലും ജീവൻ നഷ്ടപ്പെട്ടാൽ അവരുടെ ആശ്രിതർക്ക് സർക്കാരിൽ നിന്നും 4 ലക്ഷം രൂപ വരെ ആശ്വാസ ധനസഹായമായി ലഭിക്കും. പരിക്കേറ്റവർക്ക് ആശുപത്രി ചികിത്സയ്ക്കായി പ്രത്യേക സാമ്പത്തിക സഹായവും ലഭ്യമാണ്. ലൈഫ് ഇൻഷുറൻസ് ഉള്ളവർക്ക് വില്ലേജ് ഓഫീസറുടെ സാക്ഷ്യപത്രം ഉപയോഗിച്ച് വേഗത്തിൽ ഇൻഷുറൻസ് തുക വാങ്ങാനും സാധിക്കും. ഇനി വാഹനങ്ങളിൽ വെള്ളം കയറിയാൽ നമ്മൾ എന്താണ് ചെയ്യുക? നമ്മളിൽ പലരും വരുത്തുന്ന വലിയൊരു അബദ്ധമാണ് വാഹനങ്ങളിൽ ഉണ്ടാക്കുന്ന വലിയ സാമ്പത്തിക നഷ്ടത്തിന് കാരണമാകുന്നത്. വാഹനങ്ങളിൽ വെള്ളം കയറിയാൽ ഒരു കാരണവശാലും എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കരുത്. എഞ്ചിനുള്ളിൽ വെള്ളമുള്ളപ്പോൾ സ്റ്റാർട്ട് ചെയ്താൽ ഹൈഡ്രോ ലോക്ക് ആയി എഞ്ചിൻ പൂർണ്ണമായി നശിക്കും. നിങ്ങളുടെ പോളിസിയിൽ എഞ്ചിൻ പ്രൊട്ടക്ട് എന്ന ആഡ് ഓൺ ഇല്ലെങ്കിൽ ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് 1 രൂപ പോലും നിങ്ങൾക്ക് ഇൻഷുറൻസ് ആയി കിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. വാഹനങ്ങളിൽ വെള്ളം കയറിയാൽ ഒരു കാരണവശാലും എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കരുത്. വാഹനങ്ങളിൽ വെള്ളം കയറിയാൽ വണ്ടി സ്റ്റാർട്ട് ചെയ്യാതെ വെള്ളത്തിലായ അവസ്ഥയിലുള്ള ഫോട്ടോ എടുത്തു വെക്കുക എന്നുള്ളതാണ്. തന്നെ ഇൻഷുറൻസ് കമ്പനിയിലെ ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിച്ച് ക്ലെയിം അറിയിക്കുക. അവരുടെ സർവേയർ വന്ന് പരിശോധിച്ച ശേഷമുള്ള അനുമതിയോടെ മാത്രം വണ്ടി വർക്ക്ഷോപ്പിലേക്ക് ടോവിംഗ് ചെയ്ത് മാറ്റുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ തകർന്നു വീഴാൻ സാധ്യതയുള്ള വീടുകളിലാണ് നിങ്ങൾ കഴിയുന്നതെങ്കിൽ അറ്റകുറ്റപ്പണി നടത്താനും സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറാനുമുള്ള അടിയന്തര സാഹചര്യങ്ങൾ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി വഴി ലഭ്യമാണ്. നിങ്ങളുടെ വാർഡ് മെമ്പറെയോ പഞ്ചായത്ത് മെമ്പറെയോ ബന്ധപ്പെട്ടാൽ ഇതിന്റെ വിവരങ്ങൾ കൃത്യമായി നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും.
അറിവില്ലായ്മ കൊണ്ട് നമ്മളുടെ നാട്ടിലെ ഒരു സാധാരണക്കാരനും കിട്ടേണ്ട സഹായങ്ങൾ നഷ്ടപ്പെടരുത്. ഈ വിവരങ്ങൾ എത്രയും വേഗം നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ബന്ധുക്കളിലേക്കും വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്കും ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഒരു ഷെയർ ചിലപ്പോൾ വലിയൊരു അനുഗ്രഹമായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമന്റായി എഴുതി അറിയിക്കുക. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ ബൈ.